വയനാട്ടിൽ രക്ഷാപ്രവർത്തനം നടക്കുന്നിടത്ത്, തിരച്ചിൽ നടക്കുന്നിടത്ത് ഒരു മൃതദേഹം കൂടി ഇപ്പോൾ കണ്ടിരിക്കുകയാണ്. മുഹമ്മദ് ഷഹീദ് വിവരങ്ങളുമായി. ഷഹീദ് നേരത്തെ 3 മൃതദേഹങ്ങൾ കണ്ടെത്തിയിരുന്നു. ഇപ്പോൾ 4ാമത്തെ മൃതദേഹം കൂടി കണ്ടെത്തുകയാണ്. വിവരങ്ങൾ പറയും. രതീഷ്, ഇന്നത്തെ തിരച്ചിലിൽ 4ാമത്തെ മൃതദേഹം കൂടി കണ്ടെത്തി എന്നുള്ളതാണ് ഇവിടുത്തെ തിരച്ചിൽ നടത്തുന്ന സംഘം അറിയിച്ചിട്ടുള്ളത്. അവരുടെ പേര് വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. പക്ഷേ 2 പേരെ കൂടിയാണ് ഇനി 3 പേരെ ഇന്ന് രാവിലെ കണ്ടെത്തിയിരുന്നു. 5 പേരെ കണ്ടെത്താനുള്ളതിൽ 3 പേരെ കണ്ടെത്തിയിരുന്നു. ഇനി 2 പേരെ കൂടി കണ്ടെത്താനുണ്ടായിരുന്നു. അതിലൊന്ന് വിക്രം റാണയാണ്, കൺസ്ട്രക്ഷൻ മാനേജറാണ്, ഹിമാചൽ പ്രദേശ് സ്വദേശിയാണ്. രണ്ടാമത്തെ ആൾ രാകേഷ് ഗുച്ചേത്ത്, സർവേയറാണ്. ഈ 2 പേരും ഈ സൈറ്റിലെ ജീവനക്കാരാണ്. ഇവർ 2 പേരെയായിരുന്നു കണ്ടെത്താൻ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നതെന്ന് നമുക്ക് അനുമാനിക്കേണ്ടി വരും എന്നുള്ളത് തന്നെയാണ്. അതാരാണ് എന്നുള്ള കാര്യം വ്യക്തത വരേണ്ടതുണ്ട്. ഏതായാലും 4ാമത്തെ മൃതദേഹം കൂടി കണ്ടെത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നത്തെ തിരച്ചിലിൽ ഏറെ മുന്നോട്ട് പോകാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അതിന് അനുകൂലമായ കാലാവസ്ഥയുണ്ട്. പുഴയിലുള്ള വെള്ളം തെളിഞ്ഞിട്ടുണ്ട്. അതൊക്കെയാണ് അതിന് അനുകൂലമായ ഘടകം. മീനാക്ഷി പാലത്തിന് സമീപത്തു നിന്നും അതിന്റെ താഴ്ഭാഗത്തു നിന്നും പരിസര പ്രദേശങ്ങളിൽ നിന്നുമാണ് ഈ 4 മൃതദേഹങ്ങളും ലഭിച്ചത് എന്നുള്ളത് തന്നെയാണ്. അവിടെ കേന്ദ്രീകരിച്ച് തന്നെയാണ് തിരച്ചിൽ നടത്തിയിരുന്നത്. നേരത്തെ തുടക്കത്തിൽ തന്നെ കണ്ടെത്തിയിരുന്ന 3 മൃതദേഹങ്ങളും ഈ പ്രദേശത്ത് തന്നെയായിരുന്നു. അതായത് കൺസ്ട്രക്ഷൻ സൈറ്റിൽ നിന്നും പെട്ടെന്ന് വെള്ളവും ഈ മണ്ണും അടിച്ച് താഴേക്ക് വന്ന് പതിച്ച സ്ഥലമാണ് ഈ തൊട്ട് താഴെയുള്ള സ്ഥലം. ആ പാലത്തിനടിയിലും മറ്റുമൊക്കെ ആയിട്ട് ആ പ്രദേശത്ത് വെച്ച് തന്നെയാണ് ഇപ്പോൾ മൃതദേഹം കൂടുതലായി കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇപ്പോൾ ഇനി ഒരാളുടെ മൃതദേഹം കൂടിയാണ് കണ്ടെത്താനുള്ളത്. ഇതാരാണെന്നുള്ള കാര്യം ഇപ്പോൾ കണ്ടെത്തിയ ആൾ തിരിച്ചറിഞ്ഞാൽ മാത്രമേ നമുക്ക് വ്യക്തമാവുകയുള്ളൂ. ആ പ്രദേശം കേന്ദ്രീകരിച്ച് സജീവമായ ഊർജിതമായ തിരച്ചിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് 4 മൃതദേഹം കണ്ടെത്താൻ കഴിഞ്ഞത്. 5ാമത്തെ ഒരാൾക്ക് കൂടി വേണ്ടിയുള്ള തിരച്ചിൽ ഇപ്പോഴും സജീവമായി ഇപ്പോൾ ഇവിടെ തുടരുകയാണ്.